കരിഞ്ചാമുണ്ടി. പായത്ത് മലയുടെ പടിഞ്ഞാറേ കോണിൽ പകലോൻ മറഞ്ഞതേയുള്ളൂ. മാനം പൊടുന്നനെ മൂടിക്കെട്ടി. എങ്ങും ഇരുട്ടു പരന്നു. കൂരിരുട്ടിൽ വാൾ വീശുന്ന മിന്നൽ പിണരുകൾ, കാതടപ്പിക്കുന്ന ഇടിമുഴക്കങ്ങൾ, കരിയിലകൾ പറത്തി പാഞ്ഞുവരുന്ന മഴയുള്ള ശീതക്കാറ്റ്. ആലിമാപ്പിളയ്ക്ക് ഒരു സമാധാനവുമില്ല. പുരമുറ്റത്ത് കൂട്ടിലിട്ട വെരുകിനെ പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പുരയ്ക്കകത്ത് കദീസുവിന്റെ കരച്ചിൽ ചാറ്റൽ മഴ പോലെ ഉതിർന്നു വീഴുകയാണ്. അപ്പോഴും കദീസുവിന്റെ ഖൽബ് പൊരിയുന്ന നോവും വേവും ആലിയെ ആകെ തളർത്തുന്നു. ആലി ഇറയത്തേക്ക് കയറി. അകത്ത് തിണ്ണപ്പായിൽ പിടയുന്നു കദീസു. പടച്ചോനെ വിളിച്ച് തേങ്ങി തേങ്ങി തളരുന്ന കെട്ടിയോൾ. ആലിയുടെ കരള് വെന്തു. അയാൾ ഉറുമാലും തലയിലിട്ട് വേഗം ഇരുട്ടിലേക്കിറങ്ങി. ഇറങ്ങുമ്പോഴും ആലി മനംനൊന്ത് പ്രാർത്ഥിച്ചിരുന്നു. എടങ്ങേറൊന്നുമില്ലാണ്ട് രണ്ടും രണ്ടിടത്താക്കണേ റബ്ബേ. ആലി ആലങ്ങൾക്കുടയോനായ പടച്ച തമ്പുരാനെ കണ്ണിലും കനവിലും വിളിച്ച് ഇരുട്ടുകീറി നടന്നു. പായത്ത് മലയ്ക്കപ്പുറം പേറ്റിച്ചി മാണിയുടെ തൊഴുതു നിൽക്കുന്ന കൂര മാത്രമാണ് അവന്റെ ലക്ഷ്യം. വയൽ കടന്ന് മലയുടെ മടിയിലേക്ക് കയറുമ്പോഴും പിന്നിൽ കട്ട പിടിച്ച കൂരിരുട്ടിൽ കദീസുവിന്റെ കരച്ചിൽ അവനെ പിന്തുടർന്നിരുന്നു. ആരോരുമില്ലാത്ത പുരയിൽ കദീസു ഇരുട്ടിൽ കിടന്നു പുളഞ്ഞു. കാലിലെ പെരുവിരൽ നിലത്തൂന്നി മുഖം തലയിണയിൽ അമർത്തി വില്ല് പോലെ വളഞ്ഞു. ഊർന്നു വീഴുന്ന തട്ടം വായിൽ കടിച്ചമർത്തി അവൾ തേങ്ങി കിതച്ചു. ഇന്റെ ബദരീങ്ങളെ. വീർത്ത വയറ്റത്ത് നീലഞരമ്പുകൾ വലിഞ്ഞു മുറുകി. കുടിലിനകത്ത് തമരിട്ട് തുളയ്ക്കുന്ന വേദന, കൊടിലിട്ട് വലിക്കുന്ന നീറ്റൽ. കിടന്ന പായിലും വിരിയിലും പടർന്ന തളം കെട്ടിയ ചോരയിൽ അവൾ കാലിട്ടടിച്ചു. മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിനരികിൽ കദീസുവിന്റെ ഖൽബായ കരിമ്പൂച്ച മാത്രം അരികിലിരുന്ന് കണ്ണു ചിമ്മിക്കൊണ്ടിരുന്നു. കദീസു മുതിറിൻ കടിയേറ്റതുപോലെ പുളഞ്ഞു. വിയർപ്പ് ചാലുകൾ മേലാകെ ചാലിട്ടൊഴുകി. തൊണ്ട വരണ്ടു. കാഴ്ച മങ്ങി. അവൾ കിതച്ചുകൊണ്ട് ചുണ്ടനക്കി. ഇന്റെ റബ്ബേ. ആലിമാപ്പിള പായത്തുമലയിലെ ഇരുട്ടിലൂടെ നീന്തുകയായിരുന്നു. അളന്നു ചൊരിയുന്ന മനസ്സിൽ ഉത്കണ്ഠയുടെ വെള്ളിടികൾ ഇടയ്ക്കിടെ മുഴങ്ങി. ആലിയുടെ കാലുകൾ മനസ്സിനൊപ്പം കുതിച്ചു. ഇരുപുറത്തും മാമരങ്ങളും വള്ളിക്കെട്ടും നിറഞ്ഞ ഒറ്റയടി പാതയിലൂടെ ആലി ഒലിച്ചൊഴുകി. പരിസരബോധം മറന്ന് മലങ്കാട്ടിലെ കൂരിരുട്ടിലൂടെ ഓടുമ്പോഴും കാട്ടുചില്ലകൾ ഒടിയുന്നത് ആലി അവ്യക്തമായി കേട്ടു. കാട്ടുവള്ളികൾ കുലുങ്ങി. കരിയിലകൾ അടർന്നു വീണു. പയ്യെ പയ്യെ ആ ശബ്ദ കോലാഹലം ആലിക്കു പിന്നിൽ അതിവേഗം പടരുന്നത് അയാൾ അറിഞ്ഞു. ആലി ഒന്ന് തിരിഞ്ഞു നോക്കി. കാട്ടുപൂച്ചകളുടെ കനൽ കണ്ണുകൾ. ആലി കയ്യിലെ ഉറുക്കും തണ്ടും ഒന്ന് തൊട്ടു തലോടി. നടത്തത്തിന് വേഗം കൂട്ടി. കാതം മൂന്നിനിയും നടക്കണം. പേറ്റിച്ചിയുടെ വീടണയാൻ. ആലിയുടെ കരളിൽ അശുഭചിന്തകൾ ചേക്കേറിക്കൊണ്ടിരുന്നു. നേരമേറെ ആയതാണ് ഈറ്റുനോവ് തുടങ്ങിയിട്ട്. മലയുടെ തെക്കേ ചെരുവിലിറങ്ങിയാൽ മുസല്യാരുടെ കുടിയായി. എന്തുകൊണ്ടോ മുസല്യാരുടെ വൈദ്യത്തിൽ ആലിയുടെ മനസ്സ് നിന്നില്ല. ഇനി വിളിപ്പാടകലമേ ഉള്ളൂ പേറ്റിച്ചി മാണിയുടെ വീടണയാൻ. ഗ്രാമം മുഴുവൻ പേരെടുത്ത പേറ്റിച്ചിയാണവർ. ആലി മലയിറങ്ങാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് പിന്നിലൊരു പൊട്ടിച്ചിരി മുഴങ്ങിയത്. ആലി ഒന്ന് തരിച്ചു. പെട്ടെന്ന് നടന്നു വീണ കൊള്ളിയാൻ വെളിച്ചത്തിൽ ആലി അത് കണ്ടു. കാട്ടുപൊന്തയ്ക്കരികിലെ പാലമര കീഴിൽ വള്ളിക്കെട്ടിലിരുന്ന് ഊഞ്ഞാലാടുന്ന ഒരു പെണ്ണ്. ഇരുട്ടിലും തിളങ്ങുന്ന കണ്ണുകൾ കാട്ടി അവൾ മാടി വിളിക്കുന്നു. ആലിയുടെ മേലാകെ കോരിത്തരിച്ചു. ഏതോ ഒരു ദുസ്വപ്നം പോലെ ആലി അവളെ നോക്കി അകലെ തരിച്ചു നിന്നതേയുള്ളൂ. വള്ളിക്കെട്ടിലിരുന്ന സുന്ദരി മെല്ലെ എഴുന്നേറ്റു. പനങ്കുല പോലെ നീണ്ടു വീണ് കിടക്കുന്ന തലമുടി, മുത്തുപോൽ തിളങ്ങുന്ന പല്ലുകൾ, കൂരിരുട്ടിലും വെട്ടിത്തിളങ്ങുന്ന കണ്ണുകൾ, തനി തങ്കമേനി. അവൾ തരിച്ചു നിൽക്കുന്ന ആലിയുടെ അരികിലേക്ക് ഒഴുകിച്ചെന്നു. പിന്നെ മണി കിലുങ്ങുന്ന മൊഴി ചൊരിഞ്ഞു. എന്തിനീ വെപ്രാളം? ഞാനും ഒരു വയറ്റാട്ടിയാ. വരൂ, ഇനി നേരം കളയണ്ട. തന്റെ വേവും നോവും നിരൂപിച്ചറിഞ്ഞ പുതിയ പേറ്റിച്ചിയെ ആലി അടിമുടി നോക്കി നിന്നുപോയി. പിന്നെ ഏതോ മാന്ത്രിക ശക്തിയാൽ എന്ന വണ്ണം ആലി അവൾക്കൊപ്പം നടന്നു. കാടും മേടും വയലും വരമ്പും പിന്നിലേക്ക് പാഞ്ഞു പോകുകയായിരുന്നു. കുടിലിനകത്ത് കദീസുവിന്റെ തളർന്ന തേങ്ങൽ അപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. തന്നോടൊപ്പം വന്ന സുന്ദരി അതിവേഗം അകത്തേക്ക് കയറി കതകടച്ചു. ആലി ആലസ്യം പൂണ്ട് പുറം തിണ്ണയിൽ തൂണും ചാരിയിരുന്നു. പയ്യെ പയ്യെ ആലിയുടെ കണ്ണുകൾ കനം തൂങ്ങിയടഞ്ഞു. കരിമ്പൂച്ചയുടെ കരച്ചിൽ കേട്ടാണ് ആലി ഞെട്ടി ഉണർന്നത്. വിറപൂണ്ട കരളോടെ ആലി ചുറ്റും നോക്കി. കൂരാക്കുരിരുട്ട്. ആലിയുടെ തൊണ്ട വരണ്ടു. വെപ്രാളത്തോടെ അടഞ്ഞുകിടന്ന കതക് ചവിട്ടിപ്പൊളിച്ചു.
കട്ട പിടിച്ച കൂരിരുട്ടിൽ കുളിച്ചു നിൽക്കുന്ന മുറിയിലെവിടെയോ ആ പൂച്ചയുടെ കരച്ചിൽ മാത്രം. അരയിൽ നിന്ന് തപ്പിയെടുത്ത തീപ്പെട്ടിക്കൊള്ളി ഉരസി അതിന്റെ ചുവന്ന വെളിച്ചത്തിൽ തെളിഞ്ഞ കാഴ്ച കണ്ട് ആലി ഞെട്ടിവിറച്ചു. വയറ് പിളർന്ന് ചോരയിൽ കുളിച്ച് വിറങ്ങലിച്ച് കിടക്കുന്ന കദീസു. ആലി ഒരു ഭ്രാന്തനെ പോലെ ആർത്താർത്ത് നിലവിളിച്ചുകൊണ്ട് പായത്തു മലയിലേക്ക് ഓടി. കയ്യിൽ കരുതിയിരുന്ന ഉലക്ക അവൻ വായുവിൽ വീശിക്കൊണ്ടിരുന്നു. അവിടെ പാലമരക്കീഴിൽ വള്ളിക്കെട്ടിലിരുന്ന് അവൾ അപ്പോഴും ഊഞ്ഞാലാടുന്നു. മണി കിലുങ്ങും മട്ടിൽ കുലുങ്ങി കുലുങ്ങിച്ചിരിക്കുന്നു. വെട്ടേറ്റ കാട്ടുപോത്ത് പോലെ ആലി അലറിക്കൊണ്ട് എടുത്തു ചാടി. കയ്യിലെ ഉലക്ക അവൾക്ക് നേരെ മൂന്നൊരു ഉയർന്നു താണു. അരക്കെട്ടിൽ അടിയേറ്റ സുന്ദരി വള്ളിക്കെട്ടിൽ പിടഞ്ഞു വീണു. കാട്ടുമൂലയെ ഇട്ടു കുലുക്കുമാറ് അവൾ അട്ടഹസിച്ചു. മുഖം ഭീഭത്സമായി. മുത്തുമണിപ്പല്ലുകൾ അന്നേരം കൂർത്ത തേറ്റകളായി. തിളങ്ങും കണ്ണുകൾ കനൽക്കട്ടകളായി മാറി. അവൾ അലറി വിളിച്ചുകൊണ്ട് ആലിയുടെ കൂർത്ത നഖമുനകളിൽ കുത്തിയെടുത്തു. കാട്ടിൽ അതിദയനീയമാം വിധം ആലിയുടെ നിലവിളി മാറ്റൊലി കൊണ്ടു. അടുത്ത പ്രഭാതം കണ്ടത് ആലിയുടെ വിറങ്ങലിച്ച ജഡമായിരുന്നു. അതുകൊണ്ടും പകതീരാത്ത ദുർദേവത കാടിറങ്ങി നാടിനെ കിടലം കൊള്ളിച്ചു. കന്നുകാലികളും കാലിയാനും മേടുകളിൽ പിടഞ്ഞു വീണു. ചേറ്റുവയലുകളിൽ ചെറുമന്മാർ കുടൽമാല പുറത്തു വീണ് പിടിപിടെ പിടഞ്ഞു മരിച്ചു. നാടും നാട്ടുകൂട്ടവും പരക്കം പാഞ്ഞു. പ്രാശനികന്മാർ കളം വരച്ച് കവിടി നിരത്തി കാരണം കണ്ടെത്തി. ഉചിതമാം നിലയിൽ ആ ദുർദേവതയ്ക്ക് കാവും സ്ഥാനവും നൽകി തെയ്യക്കോലം കെട്ടിയടച്ച് കുരുതി നൽകി പ്രസാദിപ്പിക്കണം. ഗ്രാമം അതിനൊരുങ്ങി. രക്തദാഹിയായ പായത്ത് കരിഞ്ചാമുണ്ടിക്ക് കാവും സ്ഥാനവും ഒരുങ്ങി. കറുത്തൊരു മുട്ടനാടിനെ കടിച്ച് ചോര കുടിക്കാൻ നാട്ടുകൂട്ടം കൃപയോടെ നൽകി. പായത്ത് കരിഞ്ചാമുണ്ടിയെ പ്രസാദിപ്പിച്ചു. ഇന്നും വടക്കേ മലബാറിൽ പലയിടങ്ങളിലും കെട്ടിയാടിക്കുന്ന ഈ തെയ്യത്തിന് സ്ത്രീകളെ കാണാൻ പാടില്ലെന്ന വിലക്കുണ്ട്. കുരുതിക്കു വേണ്ടി കറുത്ത മുട്ടനാടും പ്രത്യേകം കരുതി വച്ചിരിക്കും.